പ്രോജക്റ്റ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എടുത്ത് അതിനകത്ത് DPR തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ എടുത്ത് അത് ടെൻഡർ വിളിച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് നിസ്സാര കാര്യമല്ല. അത് നിരന്തരമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ. ഞാനൊരു MP എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ MP കോൺഫറൻസ് കൂടുമ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇരിക്കുമ്പോൾ എല്ലാ MP കോൺഫറൻസ് നടക്കുമ്പോൾ MP-മാരുടെ പ്രോജക്റ്റുകൾ പലപ്പോഴും കൊടുക്കുമ്പോൾ അവരെ ചിലപ്പോൾ പ്ലാനിങ്ങിൽ നിന്നൊക്കെ ഇച്ചിരി മാറ്റിവെക്കും. കാരണം MLA-മാരുടെയും പഞ്ചായത്തിൻ്റെ വരുമ്പോൾ പ്രയോറിറ്റി കൊടുക്കും. ലോക്കലാണല്ലോ, ഞങ്ങളുടെയും കൂടെ ഒരു പ്രയോറിറ്റി തരണം. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയും, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും നിരന്തരം ആളിനെ വെച്ച്. കാരണം ഇത് 7 നിയമസഭാ മണ്ഡലത്തിലും രാജ്യസഭയാണെങ്കിൽ ഈ സംസ്ഥാനം മുഴുവൻ MP ഫണ്ട് കൊടുക്കുമ്പോൾ നിരന്തരമായ ഫോളോ അപ്പ് വേണം. ഇവിടുന്ന് മറ്റു ജില്ലയിലേക്ക് പോയി അവിടെ ടെൻഡർ വിളിച്ച് അത് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി എന്തെല്ലാം വേണം. അതിലേറിയ ഒരു കഠിനാധ്വാനം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അത് ചെയ്യാഞ്ഞിട്ട് എൻ്റെ മേലെ ഈ ആക്ഷേപവുമായി മുന്നോട്ട് വന്നിട്ട് എന്നാ കാര്യം? വളരെ വളരെ വ്യക്തമല്ലേ? ഇത് പോട്ടെ, ഇനി വേറെ ഒരു പദ്ധതി ഇപ്പം ഞാൻ പറയുന്ന ആശുപത്രിയുടെ കാര്യങ്ങൾ പറയും. ഇപ്പോൾ എത്രയോ പ്രയാസപ്പെട്ടാണ് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ട്രഷറിയിൽ നിന്ന് പണം പോകാതെ മറ്റൊരു തരത്തിൽ ഞാൻ പ്രോജക്റ്റ് കണ്ടുപിടിച്ച് ഇവിടെ CT സ്കാൻ വിത്ത് സ്റ്റിമുലേറ്ററും അതോടൊപ്പം തന്നെ മറ്റ് മിഷനറിയും 15 കോടിയും 20 കോടിയുടെ മിഷനറി കൊണ്ടുവന്ന് ഇവിടെ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുമ്പോൾ പരിഭ്രാന്തി ഉണ്ടാക്കുക ജനങ്ങളുടെ ഇടയിൽ. ഇതിന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് മുഴുവൻ ക്യാൻസർ പിടിക്കുക എന്ന് പറയുക പബ്ലിക് ആയിട്ട്. ഇത് ടീച്ചർ ഇവിടെ ഇരിക്കുന്നു ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, എത്രയോ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഈ എറണാകുളത്ത് പോയ സ്വകാര്യ സ്ഥാപനങ്ങൾ എത്രയോ ക്യാൻസർ, ഇവിടെ മെഡിസിറ്റി ഉണ്ട്, ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട്. എന്താ പറയുക? ആരെങ്കിലും ഒരാൾ അവിടെ പണിക്ക് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാനാണോ? എന്തിനാ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ലേ? അതല്ല, അങ്ങനെ പറഞ്ഞു. അതല്ലേ, അത് വീഡിയോ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്താ പറയാത്ത ദൈവമേ? താങ്കൾ ഒരു മിനിറ്റ്, ഞാൻ അവിടെ 2 കോടി രൂപ ബഡ്ജറ്റിൽ നേരിട്ട് പറഞ്ഞ് എന്താണ് ഏറ്റവും ആവശ്യം, എന്തേലും തരണം, MP എന്ന നിലയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ തരണമെന്ന് പറഞ്ഞ് ഞാൻ സർക്കാരിൻ്റെ കൊടുത്ത് ആ റോഡ്, മുകളിലേക്കുള്ള റോഡ് അറിയാം, കഞ്ചഷനാണ്, പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നാൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അവിടെ ആ റോഡ് 2 കോടി വീതി കൂട്ടാൻ പറ്റുന്നില്ല. 2 കോടി രൂപ നമുക്ക് ആ സ്ലാബ് എല്ലാം ശരിയാക്കി വൃത്തിയാക്കി കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞ പത്രത്തിൽ തന്നെ വന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊടുത്ത, കാരണം രോഗികളും പെട്ടെന്ന് എത്തണം. അതെല്ലാം കൊടുത്തു. അന്നേരം ഒന്നും മിണ്ടിയില്ല. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് റിബൺ കെട്ടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എടുത്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ ഈ IIIT എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഞാൻ കൊണ്ടുവന്നു. ടീച്ചറൊന്ന് കാണേണ്ട പ്രശ്നം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ന് 300 കോടി രൂപയുടെ ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 2 മാസക്കാലം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് അവിടെ വന്ന് സന്ദർശിക്കാൻ എങ്ങനെയുണ്ടെന്നറിയാൻ 18 സ്ഥാപനങ്ങൾ ഇന്ത്യയിലുള്ള നമ്പർ 1 ആയിട്ട് മാറിയിരിക്കും. നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ന് കുട്ടികൾ നോക്കുന്നത് നെറ്റിൽ പോയി എന്തൊക്കെ ഫെസിലിറ്റി, ഏതാണ് റാങ്ക് 1 ഉള്ള, എത്ര ഫാക്കൽറ്റി മെമ്പർ ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ എന്തേരം റിസർച്ച് നടക്കുന്നുണ്ട്, എന്തേരം മൾട്ടിനാഷണൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് കുട്ടികൾ അവർ വരുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് എൻട്രൻസ് ഉള്ളത് ഇന്ന് ഈ IIITയിലാണ്. ആ IIITയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ ഒരു IIIT വന്നു, ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ്. ഇവിടെ വ്യാപാരികൾ ഇരിപ്പുണ്ടെങ്കിൽ വ്യാപാരികൾ കിട്ടും, അവർക്ക് പോലും പ്രയോജനകരം. ആ കുട്ടികളെല്ലാം എല്ലാ ദിവസവും ഒരു 500 കുട്ടികൾ വന്ന് ഇവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. തൊട്ടടുത്ത എൻ്റെ ഒരു ആഗ്രഹം അവിടെ ഒരു ഇൻഫോസിറ്റി ആരംഭിക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു. ഇൻ പ്രിൻസിപ്പിൾ ഒരു പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ അത് ശരിയായി വന്നാൽ തീർച്ചയായും അത് പാലായിലെ അല്ല, ഈ പറയുന്ന കോട്ടയം ജില്ലയുടെ മുഖച്ഛായ മാറുമെന്നുള്ള സംശയമല്ല. അതൊരു ഡ്രീം പ്രോജക്റ്റാണ്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഈ പറയുന്ന നമ്മുടെ കോട്ടയത്തെ ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു മൊബിലിറ്റി ഹബ് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. എവിടെയാണ്? നമ്മുടെ ആ കോടിമതയിൽ നിന്ന് നിങ്ങൾ ഇടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 ഏക്കർ സ്ഥലം അവിടെ ചതുപ്പ് നിലമായിട്ട് കിടപ്പുണ്ട്. ഫുൾ പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കി. അതിനകത്ത് ഫിനാൻസ് ചെയ്യാനും ആളുണ്ടായിരുന്നു. കോട്ടയത്ത് മറ്റൊരു തരത്തിൽ വികസനം നടത്താൻ ഒരു സ്ഥലമില്ല. അതിനകത്ത് ഈ പറയുന്ന റെയിൽവേ, അതിനുവേണ്ടി ഞാനൊരു കോച്ചിങ് സെന്റർ ഞാൻ കേന്ദ്രത്തിൽ നിന്ന് ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അവിടെ കോച്ചിങ് സെന്റർ അനുവദിച്ചു.
അതുകൂടാതെ അവിടെ ഈ പറയുന്ന കൊടൂരാറുണ്ട്, അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പ്രോജക്റ്റായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി. ഇപ്പോഴും എനിക്ക് ദുഃഖമുണ്ട്. കാരണം അതൊരു കോർഡിനേഷൻ ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അവിടെ വന്ന് കയറി. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ എതിർത്ത് മുന്നോട്ട് കൊണ്ടുപോകരുത്. നമുക്ക് പാലായി മുന്നേറണം. നമുക്ക് പാലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.